ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും വാരി കെട്ടി വന്നേരെ പഠിച്ചവനെ ഉമ്മയ്ക്കാ വാശി, പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ ഉമ്മയ്ക്ക്, പയ്യനെക്കാളും വാശി പയ്യന്റെ ഉമ്മയ്ക്ക്, പെങ്ങൾക്ക് വാശി വൈരാഗ്യം. മക്കളുടെ ജീവിതം പോകുന്നതിനൊന്നും സങ്കടമില്ലടോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല നിബിധങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭർത്താവിന് ഖിദ്മത്ത് ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഇന്നതാ പറഞ്ഞു കൊടുക്കുക. ഇന്ന് അങ്ങനല്ല, ഇന്ന് വാശിയ, ഇന്ന് വാശിയും വൈരാഗ്യവും ഈഗോയും. പഠിച്ചവനെ ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും വാരി കെട്ടി വന്നേരെ പഠിച്ചവനെ ഉമ്മയ്ക്കാ വാശി, പെണ്ണിനെക്കാളും വാശി പെണ്ണിന്റെ ഉമ്മയ്ക്ക്, പയ്യനെക്കാളും വാശി പയ്യന്റെ ഉമ്മയ്ക്ക്, പെങ്ങൾക്ക് വാശി വൈരാഗ്യം. മക്കളുടെ ജീവിതം പോകുന്നതിനൊന്നും സങ്കടമില്ലടോ. മക്കളെ യതീമായി പോകുന്നു, സ്വന്തം മകള് വിധവയായി പോകുന്നു, വാശിയും വൈരാഗ്യം. ഒന്ന് മിണ്ടിയാൽ ഒന്ന് സംസാരിച്ച എല്ലാം തീർന്നു പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അതൊന്നും സ്നേഹമല്ല. ഇന്നത്തെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അതൊന്നും സ്നേഹമല്ല. വാപ്പയും ഉമ്മയും വാശിയൊക്കെ കാണിച്ച് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരും. അവസാനം പടച്ചവന് നീ ഒരു ഭാരമായി മാറും. പിന്നെ ഏതെങ്കിലും രണ്ടാം കെട്ടുകാരന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കും. അതൊരധിക പറ്റായി തോന്നും. മങ്ങളെ ഉപ്പയെന്ന് പറഞ്ഞാൽ സങ്കടങ്ങൾ, ഉമ്മയെന്ന് പറഞ്ഞാൽ തന്റെ മക്കൾ പറയുമ്പോൾ മക്കൾക്ക് തിരുത്തി കൊടുക്കണം.